ക്രിസ്തീയ വിശ്വാസത്തെ വെറും തത്വശാസ്ത്രമായി കാണുന്നതിനും ആചാരാനുഷ്ഠാനമായി കാണുന്നതിനുമുള്ള അപകടകരമായ സാധ്യതകളുണ്ട്. ഇത് രണ്ടും അപകടം പിടിച്ചതാണ്. അതിനാൽ ഈ രണ്ട് കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതാണ് നാം ഓരോരുത്തരും. ക്രിസ്തീയത്വം എന്നാൽ ക്രിസ്തു എന്നാണ് അർത്ഥം. ജീവസന്ദേശത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ അനുഗ്രഹങ്ങളും താൻ ശുശ്രൂഷിക്കുന്നവർക്ക് ലഭിക്കണമെന്നാകുന്നു വിശുദ്ധ പൗലോസിൻ്റെ തീവ്രമായ ആഗ്രഹം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ പാഠ്യഭാഗമാകുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായമാണല്ലോ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്ന ചില തെറ്റുകളെ പൗലോസ് തിരുത്തുന്നതായി നാം കാണുന്നു. ആദ്യമായി നാം കണ്ടത് വശീകരണ വാക്കുകൾ എന്ന തെറ്റാണ്. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ നാം പഠിച്ചിരുന്നല്ലോ. ഇന്ന് 8 മുതലുള്ള വാക്യങ്ങളാണ് നാം കാണുവാൻ പോകുന്നത്. ഇവിടെ തത്വജ്ഞാനത്തെക്കുറിച്ചാണ് കാണുന്നത്. ആദ്യം വശീകരണ വാക്കുകൾ, ഇപ്പോൾ തത്വജ്ഞാനത്തെക്കുറിച്ച്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. സൂക്ഷിപ്പീൻ എന്ന് പൗലോസ് പറയുന്നു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. തത്വശാസ്ത്രജ്ഞനായിരുന്ന പ്ലേറ്റോ തുടങ്ങി അടുത്ത കാലം വരെയുള്ള തത്വജ്ഞാനത്തിൻ്റെ ചരിത്രം നോക്കുന്ന പക്ഷം അവരിൽ ആർക്കും തന്നെ ദൈവവചനത്തിൻ്റെ ദൈവനിശ്വാസ്യതയെക്കുറിച്ച് വലിയ അഭിപ്രായമോ വിശ്വാസമോ ഇല്ലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അവർ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് അവർക്ക് തത്വജ്ഞാനത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഒരു യഥാർത്ഥ തത്വജ്ഞാനി സത്യാന്വേഷിയായിരിക്കും. എന്നാൽ മനുഷ്യജ്ഞാനത്താൽ സത്യം കണ്ടെത്തുവാൻ കഴിയുകയില്ല. തത്വജ്ഞാനത്തിനുള്ള ഉത്തരം ക്രിസ്തുവാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അതെ, ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനമായി തീർന്നു. കണ്ണ് കാണാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ ഇരുട്ടുള്ള ഒരു മുറിയിൽ അവിടെ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തിരയുന്നത് പോലെയാണ് തത്വജ്ഞാനമെന്ന് ആരോ പറഞ്ഞത് ചിന്തിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ യാതൊരു പ്രതീക്ഷയും കാണില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് പൗലോസ് പറയുന്ന അവരെ സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. കൊലോസ്യയിലുള്ളവർക്ക് പൗലോസ് ആ മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം എന്ന് പൗലോസ് പറഞ്ഞു കണ്ടോ. യേശുക്രിസ്തു തൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മതനേതാക്കന്മാരെ ശാസിച്ച് സംസാരിച്ചതായി ഓർക്കുന്നുണ്ടല്ലോ. കാരണം അവർ ദൈവവചനം പഠിപ്പിക്കുന്നതിന് പകരം മനുഷ്യരുടെ സമ്പ്രദായം അഥവാ പാരമ്പര്യമാണ് പഠിപ്പിച്ചിരുന്നത്. ചില പ്രത്യേക ഭാഗത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള വ്യാഖ്യാനം മാത്രമല്ല ദൈവവചനം പൂർണ്ണമായ രീതിയിൽ നാം പഠിക്കേണ്ടത് ആവശ്യമത്രേ. ഇവിടെ നാം വായിച്ചു, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല എന്ന്. ചില ആളുകൾ തങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ലോക വ്യവസ്ഥിതികളുടെ രീതി അനുസരിച്ച് കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നു. അവ ലളിതമായി അവർക്ക് തോന്നുന്നു. നമ്മുടെ അടിസ്ഥാനം തത്വജ്ഞാനമോ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളോ അല്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. തുടർന്ന് പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. 9-ാം വാക്യം നാം വായിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവനിലല്ലോ
ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രസ്താവനയാണിത്. ഇതിലധികം ശക്തമായ ഭാഷയിൽ ഇക്കാര്യം പറയുവാൻ കഴിയുന്നതല്ല. അവനിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും വസിക്കുന്നു, 100%. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നിങ്ങൾ അവനിൽ പരിപൂർണർ ആയിരിക്കുന്നു എന്ന്. നിങ്ങൾ അവനിൽ ജീവിതയാത്ര ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു. ജീവിതയാത്രയിൽ ആവശ്യമുള്ളതെല്ലാം താങ്കൾക്ക് ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തു സകലത്തിനും മതിയായവൻ അഥവാ ഉത്തരമാണ് എന്ന് നാം പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ഇന്ന് എന്താണ് ആവശ്യമായിരിക്കുന്നത്? മാനുഷിക തത്വങ്ങളാൽ താങ്കൾ നടത്തപ്പെടുകയാണോ? ക്രിസ്തുവിങ്കലേക്ക് തിരിച്ചു ചെല്ലുക. വശീകരണ വാക്കുകളാൽ താങ്കൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? മനുഷ്യൻ്റെ സമ്പ്രദായവും രീതികളും അനുസരിച്ചാണോ താങ്കൾ മുൻപോട്ട് പോകുന്നത്? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിങ്കലേക്ക് കടന്നു ചെല്ലുക. അവനിൽ നിങ്ങൾക്ക് ജീവിത യാത്രയ്ക്ക് ഒരുക്കമുള്ളവരായി തീരുവാൻ കഴിയും. 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞുകളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുവാനാണ് പൗലോസ് അവരോട് പറയുന്നത്. യഥാർത്ഥ പരിച്ഛേദന പുതുജനനമാണ്. ഗലാത്യ ലേഖനത്തിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി എത്രേ കാര്യമെന്ന്. ഞാനും നിങ്ങളും ക്രിസ്തുവിങ്കൽ കടന്നു എന്ന് അവനെ നമ്മുടെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നാം അവനിൽ ആശ്വാസം കണ്ടെത്തുകയും അവനോട് ഏകീഭാവമുള്ളവരായി തീരുകയും ചെയ്യും. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര വസ്തുതയാണ്. അത് നമുക്കെല്ലാം അറിയാം. ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ മരിച്ചു. അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നാം ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. ജീവനുള്ള ഒരു രക്ഷകനോടാണ് നാം ചേർന്നിരിക്കുന്നത് എന്ന വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ബാഹ്യമായ യാതൊരു ആചാരത്തിനും നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ കഴിയുകയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. നാം വീണ്ടും ജനനം പ്രാപിച്ചവരോ അല്ലയോ, നാം ക്രിസ്തുവിനെ വാസ്തവമായി രക്ഷകനായി അറിയുന്നുവോ ഇല്ലയോ എന്നതത്ര ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നാം അവനെ അറിയുന്നുവെങ്കിൽ അവനോട് ഏകീഭവിച്ചിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു, ഒന്നായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിനോട് ഏകീഭവിക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ നമ്മുടെ പാപമയമായ ജഡശരീരം ഉരിഞ്ഞു കളയുക എന്നാണ് അർത്ഥം. അതാകുന്നു ആത്മിക പരിച്ഛേദന. നാം നമ്മുടെ വിശ്വാസം ക്രിസ്തുയേശുവിൽ അർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ഏകീഭവിപ്പിക്കുന്നു. ഈ സ്നാനത്താലാകുന്നു നാം ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കപ്പെടുന്നത്. നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വായിച്ചല്ലോ. അതായത് ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽപ്പിപ്പാൻ കഴിവുള്ള ദൈവശക്തിയിലാണ് രക്ഷ സാധ്യമാകുന്നത്. അത് വെറും തത്വജ്ഞാനമല്ല, എന്തെങ്കിലും മാജിക്കോ മന്ത്രമോ അല്ല, ഏതെങ്കിലും പ്രത്യേക ആചാരക്രമമല്ല, ഏതെങ്കിലും പ്രത്യേക പഠനക്രമമല്ല. താങ്കളെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സജ്ജമാക്കുന്നത് ഇതൊന്നുമല്ല. ഇനി 13-ാം വാക്യം നമുക്ക് നോക്കാം. 13-ാം വാക്യം, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. പഴയ സ്വഭാവം നന്നാക്കുന്നതല്ല ആത്മരക്ഷ എന്ന് പറയുന്നത്. ഒരു പുതിയ സ്വഭാവം സ്വീകരിക്കുകയാണ്.
വിശുദ്ധ പൗലോസിന് തൻ്റെ കാലത്ത് വളരെ സാധാരണമായിരുന്ന 2 യവന തത്വജ്ഞാനത്തെയാണ് കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നത് എന്ന് നമുക്കറിയാം. ഒന്ന് സ്തോയിക്കർ, മറ്റേത് എപ്പിക്യൂരിയർ. മനുഷ്യർ മാന്യമായി ജീവിക്കുകയാണ് ആവശ്യമല്ലാതെ മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സ്തോയിക്കർ പഠിപ്പിച്ചിരുന്നത്. മാറി വരുന്ന സാഹചര്യങ്ങളാൽ ബാധിക്കപ്പെടാതെ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്നതാണ് അവർ പഠിപ്പിച്ചിരുന്ന ആശയം. സൗഭാഗ്യം കൊണ്ട് നീളിക്കുന്നതിനോ പ്രതികൂലങ്ങൾ കൊണ്ട് തളരുവാനോ ഇടയാകരുത്. സാഹചര്യങ്ങളെക്കാൾ മനുഷ്യൻ വലിയവനാണെന്നും ഭൂലോകത്തേക്കാൾ വലിയത് ആത്മാവാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. അത് ഒരു മഹത്തായ തത്വചിന്തയായിരുന്നു. എന്നാൽ എങ്ങനെ അപ്രകാരം ജീവിക്കുവാൻ കഴിയുമെന്നതായിരുന്നു ജനങ്ങളെ അലട്ടുന്നതായ പ്രശ്നം. മനുഷ്യൻ്റെ സ്വയശക്തിയിൽ ഈ തത്വചിന്തയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. ഇനിയും എപ്പിക്യൂരിയർ പഠിപ്പിച്ചിരുന്നത് സകലവും അനിശ്ചിതത്വം ആകുന്നു. നാം എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നാം അറിയുന്നില്ല. ഒരു ചുരുങ്ങിയ ജീവിതകാലത്തിന് ശേഷം നാം രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നേ നമുക്ക് അറിവുള്ളൂ. അതിനാൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണം വർത്തമാനകാലത്ത് അനുഭവിക്കാവുന്ന സന്തോഷം നിഷേധിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അവർ പഠിപ്പിച്ചിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നതായിരുന്നു അവരുടെ ജീവിത പ്രമാണം. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി ജീവിക്കുക, സന്തോഷിക്കുക, അതായിരുന്നു അവർ പഠിപ്പിച്ചത്. ഈ 2 കൂട്ടരും ജഡത്തെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ജഡമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സ്വഭാവം, നമ്മുടെ പഴയ രീതികൾ, പഴയ താല്പര്യങ്ങൾ, പഴയ പരീക്ഷകളും പരിശോധനകളും ഇതെല്ലാമാണ്. ഇതിൽ കൂടിയാണ് നമ്മുടെ പഴയ സ്വഭാവം പ്രവർത്തിക്കുന്നത്. അതിനെ എപ്രകാരമാണ് നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നത്? ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതായ പല വ്യവസ്ഥകളും ചിന്തകളും ഇന്ന് നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കപ്പെടാറുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ പൂർണ്ണമായും ഫലപ്രദമല്ല. കാരണം നാം ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. താങ്കൾ അവനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കും താങ്കൾ ജീവിക്കുന്നത്. താങ്കൾ അവനോട് എത്രമാത്രം പറ്റിച്ചേർന്നിരിക്കുന്നു, താങ്കൾ അവനോടുകൂടെ ആകുന്നുവോ നടക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ സകല അടിയന്തര ആവശ്യങ്ങളിലും താങ്കൾ അവങ്കലേക്കാണോ കടന്നു ചെല്ലാറുള്ളത്? അവനാണോ താങ്കളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കട്ടെ. അതാണ് ഇവിടെ നമ്മോട് ചോദിക്കുന്നത്. 3 പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് നിയമാധിഷ്ഠിത ഭക്തിമാർഗം എന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തേത് ഓർക്കുന്നുണ്ടല്ലോ, വശീകരണ വാക്കുകൾ. രണ്ടാമത്തേത് തത്വശാസ്ത്രം. മൂന്നാമത്തേത് നിയമാധിഷ്ഠിത ഭക്തിമാർഗം. ഇതിന് ഉത്തരം ദൈവവചനത്തിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. ഞാൻ 14 വാക്യം ഒന്ന് വായിക്കട്ടെ. 14 വാക്യം, അവനോട് കൂടെ ജീവിപ്പിച്ചു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. നിയമത്തിൻ്റെ സകല നിബന്ധനകളോടും കൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം ക്രിസ്തു റദ്ദാക്കി. നമ്മുടെ പഴയ ജഡശരീരം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. ക്രിസ്തു എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ വഹിക്കുകയാണ് ചെയ്തത്. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവർ ഈ മേലെഴുത്ത് എഴുതിയിരുന്നതായി നാം കാണുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 19-ാം വാക്യം, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. യേശു ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് അവർ അവനെ പരസ്യമായി കൊല്ലുകയാണ് ചെയ്തത്. ആരോപണം ശരിയല്ലായിരുന്നുവെങ്കിലും അതാണ് അവർ അവൻ്റെ മേൽ ആരോപിച്ചത്. അവിടെ നിന്നിരുന്ന ജനം ആ ക്രൂശിൻ്റെ മുകളിലത്തെ എഴുത്ത് വായിച്ചപ്പോൾ യേശു കൈസരിനോട് കൂറില്ലാതെ തന്നെത്താൻ രാജാവാകുവാൻ ശ്രമിച്ചവനാണെന്നാണ് മനസ്സിലാക്കിയത്. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രൂശിൽ മരിച്ചതിൻ്റെ കാരണം അതായിരുന്നു. എന്നാൽ ദൈവം ക്രൂശിൽ നോക്കിയപ്പോൾ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്നവനായി ദൈവത്തിൻ്റെ കുഞ്ഞാടി യാഗമായി തീരുന്ന
ബലിപീഠമായിട്ടാണ് അതിനെ അവൻ കണ്ടത്. മനുഷ്യൻ എഴുതിയ മേലെഴുത്തിനേക്കാൾ വലിയ അക്ഷരത്തിൽ ഒരു കയ്യെഴുത്ത് ദൈവം അവിടെ കണ്ടു. അതിതായിരുന്നു: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താണ് ദൈവം ആ ക്രൂശിൽ എഴുതിയത്? അവൻ ചട്ടങ്ങൾ, അതായത് 10 കൽപ്പനകൾ എഴുതി. എനിക്ക് പാലിക്കുവാൻ കഴിയാത്ത ഒരു നിയമം എഴുതി. അത് ലംഘിച്ചതുകൊണ്ട് ഞാൻ കുറ്റക്കാരനായി. എന്നാൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ ഈ ചട്ടങ്ങൾ ലംഘിച്ചത് കൊണ്ടല്ല മരിക്കുവാൻ ഇടയായത്. അവൻ പാപമില്ലാത്തവനായിരുന്നു. പിന്നെയോ ഞാനും താങ്കളും പാപികളാകൊണ്ട് ആ ചട്ടങ്ങൾ നാം ലംഘിച്ചതുകൊണ്ടുമാണ് അവൻ ക്രൂശിൽ മരിച്ചത്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നാം റോമലേഖനത്തിൽ വായിക്കുന്നു. അതിക്രമങ്ങൾ ക്ഷമിച്ചതിനാൽ വിടുതൽ കിട്ടി എന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നാം കാണുന്നു. ചട്ടങ്ങൾ എന്നത് ന്യായപ്രമാണത്തിലെ കൽപ്പനകളാണ്. എന്നാൽ ന്യായപ്രമാണം പുറജാതികൾക്ക് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണം അതിൻ്റെ വിശാലാർത്ഥത്തിൽ എടുക്കണം എന്നൊരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹൂദനുണ്ടായിരുന്ന ന്യായപ്രമാണ കൽപ്പനകളും പുറജാതികൾക്ക് ബാധകമായിരുന്ന സദാചാര പ്രമാണങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ചട്ടങ്ങൾ എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പൗലോസ് പറയുന്നു: അത് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു. എങ്ങനെയാണത് വിരോധവും പ്രതികൂലവുമായത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11, 12, 14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആജ്ഞകൾ നിറവേറ്റുവാനുള്ള മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തുകയും പാപത്തിൻ്റെ പാപകരമായ സ്വഭാവം കാണിച്ചു തരികയും ചെയ്യുന്നതിനാലാണ് ന്യായപ്രമാണം നമുക്ക് വിരോധമായിരിക്കുന്നത്. അതിൻ്റെ അവകാശങ്ങളെ നിറവേറ്റുവാൻ നാം അശക്തരായിരിക്കുന്നതിനാലാണ് അത് നമുക്ക് പ്രതികൂലമായിരിക്കുന്നത്. ഒരു ഭക്തൻ ഈ ഭാഗത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ന്യായപ്രമാണം നിർദ്ദയനായ ഒരു യജമാനനെ പോലെ നമ്മോട് ആജ്ഞാപിക്കുന്നു. അനുസരിക്കുവാൻ നമുക്ക് പ്രേരണ നൽകുകയോ നമ്മുടെ കൈകളെ ബലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ന്യായപ്രമാണം 2 വിധത്തിൽ നമുക്ക് പ്രതികൂലമായിരിക്കുന്നു: നിറവേറ്റാത്ത കടമകളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നതിലും അതിനാലുള്ള ശിക്ഷ വെളിപ്പെടുത്തുന്നതിലും. ഇങ്ങനെ മാനദണ്ഡമായും കുറ്റം ചുമത്തുന്നവനായും പ്രതികാരകനായും അത് നമുക്കെതിരെ നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നത്. കയ്യെഴുത്ത് എന്ന് പറയുന്നത് കടച്ചീട്ടാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്കെതിരെ നിൽക്കുന്ന കടപ്പത്രം എന്ന് വേണമെങ്കിൽ പറയാം. കൊടുത്തു തീർക്കാത്തതും കടമായി ശേഷിക്കുന്നതെന്ന് മനസാക്ഷി സമ്മതിക്കുന്നതുമായ കടമാണത്. അതിനെക്കുറിച്ചാണ് ഇവിടെ കയ്യെഴുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ ദൈവം രക്ഷിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ജീവനുള്ള ക്രിസ്തുവുമായി ചേർക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ പിന്നെയും നിങ്ങൾ എന്തുകൊണ്ട് ഒരിക്കൽ നിങ്ങൾക്ക് പാലിക്കുവാൻ കഴിയാതിരുന്ന നിയമങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോകണം? നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവിലും ശക്തിയിലും ഈ നിയമങ്ങൾ പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് മറക്കരുത്. പഴയ സ്വഭാവത്തെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ചട്ടങ്ങളും നിയമങ്ങളും നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിശ്വാസിക്ക് പുതിയ സ്വഭാവം നൽകിയിരിക്കുന്നു. ഒരു ജീവിത രീതി എന്നതിൽ നിന്നും നിയമങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്കൊരു പുതിയ സ്വഭാവം ലഭിച്ചിരിക്കുന്നു. നിയമങ്ങളല്ല നമുക്കാണ് വാസ്തവത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. നാം പുതു സൃഷ്ടിയുടെ ഒരു ഭാഗമായിരിക്കുന്നു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ചട്ടങ്ങളെ ക്രൂശിൽ തറച്ച് അതിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്ന: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന്. കൊരിന്ത്യ ലേഖനത്തിൽ ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പുതുതാക്കപ്പെട്ട അവസ്ഥയിലും നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ചും ആചാരങ്ങളിൽ കൂടി പോയും അനുഗ്രഹം പ്രാപിക്കുവാൻ തത്രപ്പെടുന്നവരാണ് അധികവും നമുക്ക് ചുറ്റും. ഹൃദയമിടാതുള്ള പ്രവർത്തനങ്ങൾ, ആരാധനകൾ, ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും നാം ചേർന്നതിനാൽ നമുക്ക് നമ്മുടെ പുതിയ ജീവൻ ക്രിസ്തുവിൽ ആസ്വദിക്കാവുന്നതാണ്. നമ്മുടെ ദുഷിച്ച ആഗ്രഹങ്ങളും പാപത്തിന് അടിമപ്പെട്ടിരുന്ന അവസ്ഥയും പാപത്തോടുള്ള സ്നേഹവും ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു.
നിയമത്തെ ക്രൂശിൽ തറച്ചു. അതിനനുസരിച്ചല്ല, ഹൃദയംഗമായ സമർപ്പണമാണ് നമുക്കിന്ന് ആവശ്യം. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ജീവനിൽ ചേരുന്നതോടെ നമുക്ക് ദൈവത്തോട് ഒരിക്കലും തകർക്കാൻ സാധിക്കാത്ത കൂട്ടായ്മയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ലഭ്യമായി. പാപത്തിൻ്റെ സകല കടവും പൂർണ്ണമായി കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ദൈവം അവ മറയ്ക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ശുദ്ധിയുള്ളവരും പുതുക്കപ്പെട്ടവരും ആയിരിക്കാം. ഇതാണ് ഇവിടെ പറയുന്നത്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഒരു ക്രിസ്തു വിശ്വാസിക്ക് വേണ്ടി ക്രിസ്തു സമ്പാദിച്ച ആത്മീയ വിജയം വിലമതിക്കുവാൻ കഴിയാത്ത വിധം അത്രയ്ക്ക് വലിയതാണ്. ഇനി നമ്മൾ കാണുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഉത്തരമായ ക്രിസ്തു എന്നുള്ളതാണ്. 16-ഉം 17-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. വെറും ഒരു ആചാരമോ ആരാധനക്രമമോ മാത്രമായിരിക്കുന്ന ഈ അധികൃത നിയമങ്ങൾ ഒരു ദൈവപൈതൽ അനുഷ്ഠിക്കേണ്ടതില്ല. അവയ്ക്കിപ്പോൾ യാതൊരു വിലയും അർത്ഥവുമില്ല. പഴയ നിയമത്തിൽ ജനങ്ങൾക്ക് ദൈവം ചില ആചാരങ്ങൾ നിയമിച്ചു കൊടുത്തു. പിന്നെ എന്തിനാണ് ഇപ്പോൾ രൂപാന്തരം വന്നിരിക്കുന്നത്? ആ ആചാരങ്ങൾ വരുവാനിരുന്നവയുടെ നിഴൽ മാത്രമായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശദമാക്കുന്നു. നിഴൽ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ വാക്കിൽ ഫോട്ടോഗ്രാഫ് എന്ന ആ ഒരർത്ഥമാണ് ഉണ്ടായിരുന്നത്. പഴയ നിയമകാലത്ത് ന്യായപ്രമാണ ആചാരങ്ങളെല്ലാം പടം പോലെ മാത്രമായിരുന്നു. അവയൊക്കെയും ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ ക്രിസ്തു വന്നു കഴിഞ്ഞതിനാൽ നമുക്ക് വാസ്തവമായത് ഉണ്ട്. അതിനാൽ നാം തിരിഞ്ഞുപോയി ചിത്രത്തിലേക്ക് നോക്കേണ്ട ആവശ്യം എന്താണ്? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ അയാൾ ഭാര്യയെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് ജോലിക്കായി പോകേണ്ടതായി വന്നു. ഈ പെൺകുട്ടി സദാസമയവും ഭർത്താവിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് നടന്നിരുന്നത്. കുറേ നാൾ കഴിഞ്ഞ് അവൾ അവരുടെ വിവാഹത്തിൻ്റെ ആൽബം മറിച്ച് നോക്കും. എല്ലാ മാസവും അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ പുതിയ പുതിയ ഫോട്ടോകൾ വരും. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ അവസരമുണ്ടായി. നിങ്ങൾ ചിന്തിക്കുന്നുവോ ഈ പെൺകുട്ടി ഇപ്പോഴും ഭർത്താവിൻ്റെ ഫോട്ടോയും കൊണ്ടാണ് നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആൽബം കൊണ്ടാണ് നടക്കുന്നതെന്ന്? പഴയ കത്തുകൾ കൊണ്ടും അവൾ തൃപ്തിപ്പെടില്ല. അങ്ങനെയാകുന്നെങ്കിൽ അവളെപ്പോലെ വിഡ്ഢി വേറെ ആരാണ്? നോക്കണേ, അനേകരും കർത്താവുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ ഇന്നും പഴയ ഫോട്ടോ അത് നോക്കി സംതൃപ്തി അടയുകയാണ്. എന്തൊക്കെയാണ് ഈ പഴയ ഫോട്ടോകൾ എന്ന് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. പെരുന്നാൾ, വാവ്, ശബത്ത്, ആണ്ടുതോറും ആചരിക്കുന്ന ഉത്സവ ദിനങ്ങൾ, ഇതൊക്കെയാണ്. വാവ് മാസം തോറുമുള്ള പ്രധാന ദിവസമാണ്. മാസപ്പിറവി സംബന്ധിച്ച് വളരെ നിഷ്കർഷമായ നിരീക്ഷണം നടത്തുന്ന രീതി യഹൂദന്മാർക്ക് അതുണ്ടായിരുന്നു. നമ്മുടെ ഇടയിലും ഇത് കുറവല്ല. വാവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ഏകവാക്യമാണിത് ഇവിടെ ഈ പറയുന്നത്. ശബത്ത് ആഴ്ചതോറും ആചരിച്ചിരുന്നു. കൊലോസിയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത് മറ്റുള്ളവർ അവരുടെ ഭോജനങ്ങളെയോ മതപരമായ ആചാരങ്ങളെയോ വിമർശിക്കുവാൻ ഇടവരുത്തരുത് എന്നാണ്. നോക്കണേ, പുറമേയുള്ള ആചാരങ്ങൾക്ക് പകരം അവർ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രമാണ്. നമ്മുടെ ആരാധന, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ ഇവയൊക്കെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സഹായിക്കുന്നവയാകാം. എന്നാൽ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായി ആചരിക്കുന്നു എന്ന കാരണത്താൽ മറ്റുള്ള ദൈവമക്കളെ വിമർശിക്കുവാൻ നമുക്ക് അവകാശമില്ല. അടിസ്ഥാന സത്യങ്ങളിൽ ഉറച്ചു നിന്നുള്ള ആചാരങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ നാം ആരാധിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നാമെല്ലാം ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നതാകണം. ഇന്നത്തെ പ്രശ്നം ആചാരങ്ങൾ കൊണ്ടും ക്രമങ്ങൾ കൊണ്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതത്രേ. ക്രിസ്തുവിനെ പുറന്തള്ളിയുള്ള ആചാരങ്ങൾ. എത്ര പെരുന്നാളുകളിലാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് ചിന്തിച്ചാട്ടെ. സാത്താൻ്റെ കേളീരംഗമാണ് മിക്ക ഉത്സവ സ്ഥലങ്ങളും. ക്രിസ്തുവിനെ ഉയർത്താത്ത, ക്രിസ്തുവിനെ മാത്രം ഉയർത്താത്ത എല്ലാ ആചാരങ്ങളും ഉത്സവങ്ങളും പിശാചിനെ ഉയർത്തുന്നതാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലാക്കണം. അഞ്ചാമതായി,
യോഗാത്മകതയ്ക്കെതിരായി നൽകുന്ന മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ നിഗൂഢതയ്ക്ക് എതിരായി. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വെറുതെ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തങ്ങൾ ജ്ഞാനികളാണെന്ന് നടിച്ചിരുന്ന ജ്ഞാനവാദക്കാരെ പൗലോസ് ഇവിടെ കുറ്റപ്പെടുത്തുന്നു. ഇക്കാലത്ത് നമ്മുടെ സഭകളിലും തങ്ങൾ ആത്മീയമായി മുൻപന്തിയിൽ നിൽക്കുന്നവർ എന്ന് സ്വയം അഭിമാനിക്കുന്ന അനേകം ആളുകളുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് വാസ്തവത്തിൽ അവർക്ക് വേദപുസ്തകത്തെക്കുറിച്ച് പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ്. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നടിക്കുന്നതായ സ്വഭാവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഒടുവിലായി സന്യാസവ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് തെറ്റാകുന്നു എന്ന് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ, അതായത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കയാൽ എന്നാണ് അർത്ഥം. അഥവാ ക്രിസ്തു മരിച്ചപ്പോൾ നിങ്ങളും മരിച്ചതിനാൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകരുത്. നിഷേധാത്മകമായ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ എന്നെ തന്നെ ത്യജിച്ചിരിക്കുന്നു, ഈ വക കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എന്നെ നോക്കുക, ഞാൻ എത്ര സന്തോഷവാനായിരിക്കുന്നു എന്നാണ് അഹങ്കാരം പറയുന്നത്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനം ഉള്ളതല്ലാത്തത് കൊണ്ടാണ് ഈ സന്യാസ ജീവിതം പ്രയോജനപ്രദമല്ല എന്ന് പറയുവാൻ കാരണം. ദൈവത്തിൽ നാം സന്തോഷിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്നിരിക്കണമെന്നത്രേ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തലയില്ലാത്ത ശരീരം പ്രവർത്തിക്കുവാനുള്ള ശ്രമം പോലെയാണ് ക്രിസ്തുവിനെ കൂടാതെ ദൈവനീതി നിർവഹിക്കുക എന്നുള്ളത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു.